230 എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഹലോ, മോർണിംഗ്. എന്തൊക്കെയുണ്ട്? അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വണ്ടിയുടെ ഡെലിവറി എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോഴത് കൊച്ചിയിലാണ്, കൊച്ചി കവാസാക്കിയിലാണ്. പിന്നെ നിങ്ങൾ വീഡിയോയുടെ ഇൻട്രോയിൽ കണ്ട സംഭവങ്ങൾ വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് കാണണേ. നമ്മൾ ലാസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ഡെലിവറി എടുത്ത് ഒന്ന് ട്രയംഫിൻ്റെ ടൈഗർ 900 റാലി പ്രോ ആയിരുന്നു. അത് നമ്മൾ റോക്കറ്റ് നമ്മൾ എടുത്തിരുന്നു. പിന്നെ നമ്മുടെ പോർഷെ പനമേരായിരുന്നു. അതിനുശേഷം ഓൾമോസ്റ്റ് 2-3 വർഷത്തെ ബ്രേക്ക് കേട്ടോ. അറിയാലോ, നമ്മൾ യൂട്യൂബിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നു. അങ്ങനെ 2026 ഒഫീഷ്യലി നമ്മുടെ ചാനൽ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പുത്തൻ വണ്ടി ഇറങ്ങുന്നത് കേട്ടോ. ഇത്തവണത്തെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു വണ്ടി എടുത്തത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി എനിക്കും അതുപോലെ നമ്മുടെ മാജിക്കിന് വേണ്ടിയിട്ടാണ്. ഏതാ വണ്ടി എന്ന് പറയണ്ടേ? വാ കാണിച്ചു തരാം. യെസ്, ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് ഉണ്ടായിരുന്നു. കവാസക്കിയുടെ KLX 230 ആണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല മാജിക്കും ഈ വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടി തന്നെ 2 വേർഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ 2 വേർഷൻ തമ്മിൽ ഓൾമോസ്റ്റ് 1,50,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ വേർഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നിർമ്മിക്കുന്ന വാഹനങ്ങളാണ് ഇന്ത്യൻ വേർഷൻ എന്ന് പറയുന്നത്. അതിന് ഈ പറഞ്ഞ വേർഷന് ഏകദേശം 1 ലക്ഷം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ CKD ആണ്, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഫുള്ളി. ഇതിന് ഒരു 3,80,000 ചില്ലറയാണ് ഓൺ റോഡ് റേറ്റ് വരുന്നത്. സോ അറിയാലോ, നമ്മൾ മാജി ഇപ്പോൾ മോട്ടോക്രോസിൽ ഇറങ്ങുന്നുണ്ട്. അവനിപ്പോൾ ഇന്തോനേഷ്യയിൽ ഒരു വണ്ടിയുടെ ട്രെയിനിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ അവൻ്റെ അടുത്തുള്ളത് കവാസക്കിയുടെ തന്നെ KX 85 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഞാൻ ഇവൻ്റെ കൂടെ പോകുമ്പോൾ എനിക്കും ട്രാക്കിൽ ഇറങ്ങുന്നത് കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു 230 ഈ ഒരു വണ്ടിയിലേക്ക് വന്നത്. പിന്നെ ഇതുണ്ടോ, ഇവന് പെർഫെക്റ്റായിട്ട് നേരെയൊക്കെ വണ്ടി ഇവനിപ്പോൾ പെർഫെക്റ്റായിട്ട് കാലെത്തുന്നുണ്ട്. അപ്പം ഇവനിക്കും ഓടിക്കാം, അതുപോലെ തന്നെ എനിക്കും ഓടിക്കാം. നമുക്കിതിൻ്റെ വീൽ സൈസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നും കൂടി നമ്മൾ ഓടിക്കുന്ന റോഡിലല്ല കേട്ടോ, ട്രാക്കിലാണ്. ഓക്കെ, എങ്ങനെയുണ്ടാ വണ്ടി? എങ്ങനെയുണ്ട്? അതല്ലേ അപ്പം പറഞ്ഞത്, വേറെ ഒന്നും പറയണ്ട. എനിക്ക് ഓടിക്കാൻ പറ്റും വണ്ടി, ഇത് കൂളായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിന് 3,80,000 വിലയുണ്ട്. കമ്പനി പറഞ്ഞ CKD വെർഷൻ ഒരു മാരക സംഭവമാണ് കേട്ടോ. ഇതൊരു പ്യൂർ എൻഡ്യൂറോ ബൈക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കപ്പാസിറ്റിയാണ്. അതും ഇന്ത്യയിൽ ആരും ട്രൈ ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഈ വണ്ടിയെ നമ്മൾ തന്നെ കൊന്ന് കൊലടിക്കാൻ പോകട്ടോ. നിങ്ങൾ റെഡിയല്ലേ? ലെറ്റ്സ് സീ. വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ. പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറുമ്പം ശരിക്കും എനിക്ക് ഫീൽ ആകുന്നുണ്ട്. എനിക്ക് ആ ഒരു ഹൈറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അടിപൊളി വെച്ചാൽ അടിപൊളി. ഇതിൻ്റെ തന്നെ ഇന്ത്യൻ വേർഷൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ വേർഷൻ ആണെങ്കിൽ അതിൻ്റെ സസ്പെൻഷൻ ഇത്ര ക്വാളിറ്റി ഇല്ല. ഓപ്പണായിട്ട് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഗിയർ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ക്ലച്ച് ആണെങ്കിലും എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ 56 സ്പീഡിലാണ് പോകുന്നത്. നോക്കാം. ഓക്കെ, ഇതിന് അങ്ങനത്തെ ഒരു പോരായ്മയുണ്ട്. വണ്ടി നമ്മൾ 230cc വണ്ടിയാണെങ്കിലും നമുക്കൊരിക്കലും നമുക്കൊരു 160-180 ലെവലിലേക്ക് പോകാനുള്ളൊരു പിക്കപ്പ് ഈ വണ്ടിക്ക് ഇല്ല കേട്ടോ. പിന്നെ വേറെ കാര്യം, നമ്മൾ ഈ വണ്ടി ഒരിക്കലും നമ്മൾ ഓൺ റോഡ് പർപ്പസിനല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് ഓഫ് റോഡ് പർപ്പസിനാണ്. അതാണ് നമ്മൾ ഇത് അസാധ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റോഡിലേക്ക് നമ്മൾ സാധാരണ പോലെയാണ് പോകുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ട്രാക്കിലെത്തി കഴിഞ്ഞാൽ നമ്മളിതിനെ പൊളിച്ചടക്കും. നോക്കാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോഴത്തെ കാലടിയിലാണ്. കാലടിയിൽ ഡേർട്ട് ക്രീഡ് എന്നുള്ള ട്രാക്കിലാണ്. ആക്ച്വലി നമ്മൾ ഈ വണ്ടീനെ ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രാക്കിലാട്ടോ. ഇപ്പോൾ നമുക്ക് എറണാകുളം നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ.
അപ്പം നമുക്ക് നോക്കാം ഉള്ളിൽ എന്താ ഉള്ളതെന്ന്. എന്തുണ്ട് ഇർഫാൻ? സുഖം. വണ്ടി ഒരു രക്ഷയില്ല പോണേ, പോളി വണ്ടി. സോ ഗൈസ്, നമ്മുടെ കൂടെ ഇർഫാനാണ്. ഇർഫാൻ ട്രയൽസിന്റെ സ്വന്തം ഇർഫാൻ. ഇർഫാൻ എന്തൊരു വിശേഷം? നല്ല വിശേഷം. എന്ത് തോന്നുന്നു നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട്? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് എന്തായാലും പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളത്. ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഷോറൂം പോയപ്പോൾ ഇർഫാനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇർഫാൻ ആക്ച്വലി ഇർഫാൻ ട്രയൽസ് പറഞ്ഞു എന്താണ് ട്രയൽസ് മോട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അക്കാഡമി, ഒരു ചെറിയ ഗ്യാരേജ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓഫ് റോഡ് ട്രെയിനിങ് പരിപാടി, ട്രയൽ റൈഡ്, അങ്ങനെ കുറച്ച് റേസ് ഇവൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തന്നെയാണ് പരിപാടി. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇതിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ട്രാക്കാണിത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കൊച്ചിയിൽ ഓപ്പൺ ചെയ്തേക്കുന്ന ട്രാക്കാണ്. ഇതൊരു എക്സ്പീരിയൻസ്, ഈ ഒരു ബൈക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രാക്ക് തന്നെ. ഒരു എൻഡ്യൂറോ ട്രാക്കാണ്. നമ്മളിവിടെ റീസെൻ്റ്ലി ഒരു റേസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെ ബൈക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തേക്കുന്ന ഒരു ട്രാക്കാണ്. ലൊക്കേഷൻ കാലടി, മറ്റൊരു ഡേറ്റ് ക്രീഡ് എന്നാണ് ട്രാക്കിൻ്റെ പേര് വരുന്നത്. പിന്നെ എനിക്ക് ആക്ച്വലി നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ട്രെയിനേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊന്നാണ് ഇർഫാൻ കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ജെന്യൂനായ കുറച്ച് ഈ പാഷനേറ്റഡ് ആയ കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ട്. എൻഡ്യൂറോ ട്രാക്ക് ആണെങ്കിലും മോട്ടോക്രോസ് ട്രാക്ക് ആണെങ്കിലും. പിന്നെ ഞാൻ അവനെ ഒരുപാട് കാലമായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് അവനെ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് എടുക്കണ്ടേ? അതായത് അല്ല, താൻ ഈ റൈഡിങ് കേസ് ഒന്നും ഇല്ലാണ്ടാണ് മോനെ, അതറിയില്ല. എന്താ ഇത് ഓടിക്കുന്നത് ഞാനല്ല, നമ്മളങ്ങനെ കണ്ണൂരിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഒരു അവതാരത്തെ. ഇതാ കണ്ടോ? ഇതാരാന്ന് മനസ്സിലായിട്ടില്ല? ആരാന്ന് മനസ്സിലായിട്ടില്ല? ഗസ് ഇത് ആരായിരിക്കും? ഇത് ഈ അവതാരം ഗസ് ഞങ്ങൾ പരിചയക്കാരാ. ഓക്കെ, ഇന്റർനാഷണൽ റൈഡേഴ്സാ. അടിപൊളി. സോ ഗൈസ്, നമ്മുടെ കൂടെയുള്ളത് ആരാന്ന് വെച്ചാൽ മലബാറിൻ്റെ കണ്ണിലുണ്ണിയും കേരളത്തിൻ്റെ കണ്ണിലുണ്ണിയും ഓൾ ഇന്ത്യയിലെ കണ്ണിലുണ്ണിയും ഇന്റർനാഷണൽ കണ്ണിലുണ്ണിയും. സ്പെഷ്യലി വടക്കൻ അമേരിക്ക, തെക്കൻ അമേരിക്കയിലെ ഭയങ്കര ഫേമസും. പിന്നെ കേരളത്തിൽ നിന്നും ഒറ്റ വീലിൽ സൈക്കിൾ എടുത്ത് ഫ്രണ്ട് വീല് അയച്ച് ചാടിയിട്ട് ഇവിടുന്ന് കാശ്മീർ വരെ പോയ, എവിടെ വരെ പോയിട്ടുണ്ട്? പിന്നെ ആ പാസ് വരെ, എന്ത് പാസ്? പാസ് വരെ പോയ നമ്മുടെ സ്വന്തം സെനി DBZ. താങ്ക് അയച്ചോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു എൻഡ്യൂറോ ട്രാക്ക് ഇപ്പം പുതിയ വണ്ടിയാണ്. ഷോറൂം ഇറക്കിയിട്ട് ഡയറക്റ്റ് നമ്മൾ പൊളിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് പൊളിക്കാൻ ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ സെനീതാണ്. സെനീദിന് അങ്ങനെ ഞാൻ കണ്ണൂരിനോട് വരാൻ പറഞ്ഞു. സെനീദ് വന്നു. സെനീദ്, നിൻ്റെ ഓൾ ഇന്ത്യ ട്രിപ്പ് പറയാം. ഓൾ ഇന്ത്യ ട്രിപ്പ് അടിപൊളിയായിരുന്നു. എന്താ പറയുക, 265 ദിവസം കൊണ്ട് ഏകദേശം 7000 കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ചു ഫ്രണ്ട് ടയറിലാണ്ട്. ഇപ്പം അടുത്തതിൻ്റെ അപ്പുറത്താഴ്ച ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വേണ്ടിയിരിക്കുകയാണ് സൈക്കിൾ ഫ്രണ്ട് ടയറിലാണ്ട്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇവനോട് നിന്ന് ക്ലാപ്പ് ചെയ്യണം. അതുപോലെ എല്ലാവരും സെനീദിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു മലയാളിയാണ്. അവൻ ഇവിടുന്ന് സൈക്കിളിൽ ഫ്രണ്ട് വീലിലാണ് അവൻ ഓൾറെഡി പോയി തെളിച്ച് കാണിച്ചു. ഇനി അവൻ എവറസ്റ്റിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കും, ഞാനൊക്കെ ഉറപ്പ് അവൻ പോയിട്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പം സെനീദിൻ്റെ പ്രൊഫൈലിനെ മെൻഷൻ ചെയ്യാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് സെനീദ് എൻ്റെ പുതിയ വണ്ടിയാണ്. നീ എന്തെങ്കിലും ചെയ്യുമോ അതിന്? ചെയ്യാം അല്ലേ? ചെയ്യണം. കവാസാക്കി പറഞ്ഞത് എൻഡ്യൂറോയിൽ ഭയങ്കരമായിട്ട് അതിന് ഒരു എന്താ പറയുക, ഭയങ്കര പവർ ഉണ്ടെന്ന് പറഞ്ഞത്. സോ ഞാൻ ഒഫീഷ്യലി സെനീദിന് എല്ലാവിധ പവർ ഓഫ് വേണ്ടി കൊടുക്കുകയാണ്. ഈ വണ്ടി ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. സോ നിനക്ക് എന്തൊക്കെ ആ വണ്ടിയിലൂടെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഓക്കെ, അത്രയും പോളിസിയിലെ വണ്ടി കൊണ്ടുവന്നില്ല. 10 മണിക്ക് എടുക്കുക, 10 പീസാക്കി തരും. അതാണ്. സോ നമുക്ക് തുടങ്ങിയാലോ? സെറ്റ്. നമ്മുടെ ട്രാക്ക് വിളിക്കരുത്. അപ്പം നമുക്ക് കാണാം കേട്ടോ സെനീദിൻ്റെ ഇതിൽ നമ്മളുള്ള അക്രമം. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് സെനീദ് ഇവിടെ അക്രമം കാണിച്ചു കൊടുക്കില്ല കേട്ടോ. ഇവിടുത്തെ എല്ലാ ട്രാക്കിലും എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. എന്നിട്ടും സെനീദ് വണ്ടി ഒരു രക്ഷയില്ല, എന്താക്കിയിട്ടൊന്നും ആവില്ല, ഒന്നും പൊളിഞ്ഞിട്ടില്ല. നിന്നോട് 3 പീസ് ആക്കണമെന്നിട്ട് 1 പീസ് ഉണ്ടല്ലോ. നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ പ്രൊഡക്റ്റും. എന്തെങ്കിലും ഒന്ന് പൊളിക്കണ്ട നമുക്ക്? പൊളിക്കാം, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്താ ഇപ്പം ട്രൈ ചെയ്യണം? നീ ഇപ്പം എല്ലാം ട്രൈ ചെയ്തില്ലേ? ഒന്ന് ഫ്ലൈ അടിച്ച് നോക്കാം. ഫ്ലൈ അടിച്ച് നോക്കണോ? എടാ ഇർഫാനെ വാ ചോദിക്കട്ടെ,
ഒന്നര മണിക്കൂർ സെനീത് ഓൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ വണ്ടി സിംഗിൾ പീസ് ആണ് കേട്ടോ. എന്താണ് ഇർഫാൻ ഇത് ഇത്രയേ ഉള്ളത്? നമുക്ക് പൊളിക്കാൻ പറ്റുന്ന സംഭവങ്ങളിവിടെ കാണില്ലല്ലോ. പൊളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. എന്തുള്ളത്? അത് തനിക്ക് വണ്ടി പൊളിച്ച് കളയാനാണോ? ഞാൻ പറഞ്ഞത് നമ്മളിവിടെ കൊണ്ടുവന്നതിനാ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചെയ്യുന്ന പോലെ കറക്കലും പിടിക്കലല്ല എനിക്ക് വേണ്ടത്. എനിക്ക് മാക്സിമം 3 പീസ് ആക്കണം. അതിന് പറ്റിയ സ്ഥലമുണ്ട്. എന്തുള്ളത്? ബാബോര്. ഓക്കെ, ഇനിയിപ്പോൾ ഇർഫാൻ പറഞ്ഞതില്ലേ 3 പീസ് ആക്കേണ്ട സ്ഥലങ്ങൾ കേട്ടോ. കണ്ടോക്കാം നമുക്ക്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ പൊളിക്കാനായിട്ട് വന്നതാണ്. പൊളിച്ചിട്ട് 3 പീസ് ആക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ നടക്കുന്നതില്ല. ഇനിയിപ്പോൾ ഉള്ളത് നമുക്കിവിടെ വെള്ളമുണ്ട്. വെള്ളം നോക്കാം. ചിലപ്പം വെള്ളത്തിലിട്ട് വണ്ടി ഓഫായാലോ, അങ്ങനത്തെ ഉണ്ടല്ലോ. നമുക്ക് അത് നോക്കാം. അപ്പോൾ വെള്ളത്തിൽ ഇറക്കിയ ശേഷം നമുക്ക് ഇനിയാണ് നമ്മുടെ ആക്ച്വൽ ടെസ്റ്റ് കേട്ടോ. നമ്മൾ നിങ്ങൾ വീഡിയോന് ബിഗിനിങ് കണ്ട ആക്ച്വൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ വാട്ടർ ടെസ്റ്റിന് ശേഷം കാണാം നമുക്ക്. എന്താ ഇതിലേ പോട്ടെ. സെനിതേ, വല്ലതും നടക്കോ? പൊളിയോ? ഒന്നും പൊളിഞ്ഞിട്ടില്ല. ഒന്നും കൂടി ട്രൈ ചെയ്ത് സെനിത ഒന്ന് പൊളിക്കേ. ഞാൻ മിക്കവാറും ഇവരെ കണ്ണൂരിലേക്ക് തിരിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയായാലും ഇവരെ പൊളിക്കാൻ പറ്റില്ല വണ്ടി. പൊളിക്കേ. അയ്യോ ഒന്ന് പൊളിക്കുന്നതേ. എൻ്റെ ഷൂല് ചളിയാക്കാണ്ട് പൊളിക്കടാ. ഇതിപ്പോൾ ഞാൻ പണ്ട് ട്രയംഫിൻ്റെ 900 റാലി പ്രോ എടുത്തിട്ട് മൂന്നാർ പോയിട്ട് ഒരു തോട്ടിക്കൊണ്ടേ പോയിട്ടിട്ട് ഇതേപോലെ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. അതാണ് എനിക്ക് ഓർമ്മ വന്നിട്ടോ. സെനിതിന് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ നിമിഷത്തിൽ ഞാൻ കുറേ നോക്കി. ഇനി ഒറ്റക്ക് നീ എടുത്ത് കയറ്റില്ലേ? ഇനി പറ്റുവാണെങ്കിൽ നീ ഒന്ന് പീസ് ആക്കിയിട്ട് കയറ്റിക്കും. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നീ ഇതിലേക്കൂടെ പോയിട്ട് അതിലേക്കൂടെ പോ. അതിൻ്റെ അതിലേക്കൂടെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തേക്കൂടെ പോയിട്ട് അതിലേക്കൂടെ അങ്ങ് ആയിരിക്കും. കണ്ണൂരൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ, വേറെ മനസ്സിലാവില്ല. കമോൺ, നമ്മൾ മാത്രം കോഡ് ഭാഷ. ജയ് കണ്ണൂർ, ജയ് കിസാൻ. വേറെ വഴി നമുക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഓക്കെ, സെനീത് ബ്രോൻ്റെ ആരാധകർ എല്ലാവരും കമൻറ്റ് ബോക്സിൽ സെനീത് ബ്രോനെ കീ ചെയ്ത് വരേണ്ടതാണ്. മരത്തിൻ്റെ വേരൊക്കെ സെനീത് ബ്രോ പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി മാത്രം പൊട്ടിച്ചിട്ടില്ല. കഷ്ടപ്പാടാണ് ഗായ്സ്. ഓഫ് സെനീത് ബ്രോ. ഇത് മാത്രമേ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടു. 1.5 മണിക്കൂർ അക്രമം കാണിച്ചിട്ട് സെനീത് പൊട്ടിച്ചത് ഈ പ്ലേറ്റ് മാത്രം കേട്ടോ. വണ്ടി എങ്ങനെയുണ്ട്? രക്ഷയില്ല. ഇനിയിപ്പോൾ ഞാൻ മിക്കവാറും ഗായ്സ് എൻ്റെ രീതിയിൽ പൊട്ടിക്കേണ്ടി വരും. ഒരു വണ്ടി കിട്ടുമോ? ആരെങ്കിലും ഒരാളൊരു വണ്ടി തരുമോ? വണ്ടി ഉള്ള ഓക്കെ അവിടെയതാ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും ഈ ഒരു ടെസ്റ്റിനിടയിൽ എന്തെങ്കിലും ബോഡി പാർട്സ് വീണിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ബോഡി പാർട്സ് ഒന്നും വീണിട്ടില്ല. കാരണം കമ്പനി ഇത് ബിൽഡ് ചെയ്തിരിക്കുന്ന ഓഫ് റോഡിന് ഇങ്ങനത്തെ മാരക പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. വാസി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ബോഡിയുണ്ട്, ഈ സാധനം ഇതൊക്കെ ഓൾമോസ്റ്റ് 40 ഉറുപ്പിയുടെ മേലുണ്ട് മൊത്തം ബോഡിയും. അപ്പോൾ കമ്പനി പറഞ്ഞത് ഇത് പൊട്ടില്ല എന്നാണ്. കാരണം സാധാരണ വണ്ടികളാണെങ്കിൽ ഇവിടെയൊക്കെ തട്ടും പൊട്ടിയപ്പോൾ കണികൾ നമ്മളെ വടിയാണ് പൊട്ടിയത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട വടി ലോക്കൽ വടിയാണ്. ഇത് നല്ല പവറുള്ള നല്ല പച്ച വടി കേട്ടോ. ഇതിനെ കൊണ്ട് അടിച്ചത് എന്നിട്ട് പൊട്ടിയില്ല. ഈ പീസിനെ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് പൊട്ടുമോ എന്നുള്ളത്. കണ്ടെങ്കിൽ പൊട്ടിയോ? ഇല്ല. അതുകൊണ്ടാണ് സെനീതർ വിചാരിച്ചിട്ട് പൊട്ടാണെന്ന് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റ്സ് ആണെങ്കിൽ എന്താണെങ്കിലും ഇതിപ്പോൾ ഇതിൻ്റെ TP പ്ലേറ്റ് ആണ്. TV പ്ലേറ്റൊക്കെ പൊട്ടും. വേറെ സാധനങ്ങൾ ഇതിൽ പൊട്ടാമെന്നില്ല കേട്ടോ. മൊത്തത്തിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വണ്ടിയുടെ ഡാമേജ് ഉണ്ടാകാൻ വല്ല ചാൻസ് ഇല്ല. സീറ്റ് ആണെങ്കിൽ ടാങ്ക് ആണെങ്കിൽ എന്താണെങ്കിലും അടിച്ചിട്ട് കാരണം നിങ്ങൾ പച്ച വെടിനെ കൊണ്ട് അടിക്കുന്ന കേട്ടോ. പച്ച വെടിനെ കൊണ്ട് അടിച്ചിട്ട് വരെ ഇതിനൊന്നും ആകുന്നില്ല. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചവനെ 3 പീസ് ആക്കിയിട്ട് കൊണ്ടുപോയിന്. നീ അടിച്ചോടാ, 2 വെടിനെ കൊണ്ട് അടിച്ചു നോക്കി. നീ പൊട്ടു നോക്കിയെന്ന് അടി പൊട്ടുന്നുണ്ടോ? ഇനി 3 വെടിനെ കൊണ്ട് അടിച്ചോ. അടി മൊത്തം അടി, ബോഡിലടി നോക്ക്. എടി പൊട്ടുന്നു നോക്ക്.
പൊട്ടുന്നുണ്ടോ? മരം നമുക്ക് സംശയമില്ല. ഇനി നമുക്കില്ലേ ഇവിടെ ഒരു ഡ്രമ്മാണ്, നമുക്ക് ഇത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ഈ ഡ്രം എടുത്ത് ഞാൻ ഈ വണ്ടിയോട് അടിച്ചാൽ പൊട്ടുമോ? എന്ത് തോന്നുന്നു? ശരി പാമ്പത്തെ ഹെൽപ്പ് ചെയ്യുക. വണ്ടി ഓടിച്ചിട്ടേ പൊട്ടി. നമുക്ക് ഇതിൻ്റെ മഡ്ഗാർഡ് കൊണ്ട് ഇടാം. പിടിച്ചോ? ഓക്കെയോ? അപ്പുറം പോ. നല്ല ഹൈറ്റ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ റെഡി വണ്ടി ഉത്തരം ഇടും. ഈ വണ്ടി കണ്ടോ, കവാസാക്കിൻ്റെ KLX 230 ആണ്. ഭയങ്കര സംഭവമാണ്, കമ്പനിക്കാർ പറഞ്ഞ മുതലാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡ്രം ഇടാൻ പോകുന്നത് കേട്ടോ. ഡ്രം എത്ര ഫീറ്റിൻ്റെ അവിടെ ചെയ്ത 10 കൊണ്ട് ആ വിട്ടോക്കെ. റെഡി 1 2 3 ഗോ. മോനെ എന്തടി ഇത്? ഇത് എന്തിനെ കൂടെ ഉണ്ടാക്കിയത്? ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പൊട്ടുന്നില്ല. ഡ്രം പൊട്ടിയടാ. ഇനിത് നോക്കി നിങ്ങള്, ടയർ കെട്ടിട്ട് ഡ്രം പൊട്ടി. നമുക്ക് സീറ്റ് കൊണ്ട് ഇടാം. പിടിച്ചോ, ഒന്ന് കൂടി പിടിച്ചോട്ടോ, വിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മിഡിലിടുന്ന കേട്ടോ. ഓക്കെ, മിഡിൽ റെഡിയല്ലേ? ഓക്കെയോ? ഓക്കെയോ? ഇടാണ് ഇടാ കേട്ടോ. ഈ പോർഷനാണേ, ഈ പോർഷൻ ഇടാൻ പോണത്. റെഡി? ഓക്കെയോ? റെഡി 1 2 3 ഗോ. ഒന്ന് പീസാടാ. അപ്പോൾ അതും ഓപ്ഷൻ. ഇനി ഇതിലിടാ, ഇതിൽ പാറക്കല്ല് ഇട്ടോ, ഇത്ര വലിപ്പുള്ള കല്ല്. അപ്പോൾ ഗായ്സ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കവാസാക്കിയുടെ KLX 230 നമ്മൾ ഫ്ലിപ്പിംഗ് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ വണ്ടി ഇട്ടിട്ട് കറക്കുക. നമുക്ക് നോക്കാം ഈ വണ്ടി പൊട്ടുമില്ലെന്ന് കേട്ടോ. റെഡി 1 2 3. നമുക്ക് നോക്കാം ഗൈസ് പൊട്ടിയോ എന്നുള്ളത്. ഒരു തേങ്ങ സ്റ്റാർട്ടാതെ നോക്കട്ടെ. സനീത ഒന്നും കൂടി തള്ളിയിട്ടുണ്ട് മിക്കവാറും. സനീത ഒന്നും ഹാൻഡിൽ ബാർ വെൻ്റ് ആയിട്ടില്ലല്ലോ. അതിൻ്റെ വരുവാ വീണ് കഴിഞ്ഞാൽ ആയിട്ടില്ല. പിന്നെ പൊട്ടിയിട്ടില്ല. പിന്നെ അതും പൊട്ടിയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിനേക്കാൾ ഹൈറ്റിൽ ഒന്നും നീടിയില്ല പടച്ചോനെ. ഇനി നമുക്ക് മേലെ എന്തെങ്കിലും ഉരുട്ടിയിട്ടല്ലോ നമുക്കിനോ. നീട്ട പൊട്ടോ? കാര്യം പറ. നമ്മളതിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സെനീതിന് കൊടുക്കാം കേട്ടോ. സെനീതപ്പാ, ഞാനും വേറെ എൻ്റെ ഇപ്പം മേലിൽ. ഒന്നാമത്തെ ടെസ്റ്റിന് ആക്ച്വലി വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ സെനീത് പറഞ്ഞത്, സെനീത് ഡാമേജ് ആക്കും, കൺഫേം ആയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്സ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടാണ് സെനീത് ഏറ്റെടുത്തിട്ടുള്ളത്. സെനീത തുടങ്ങിയാലോ? എന്തിനത് വണ്ടി പേടി, പക്ഷേ നമ്മുടെ ടെസ്റ്റ് അതല്ല. ഈ വണ്ടി കമ്പനി ഇറക്കി എന്തിനാ? ഒന്നും ആവില്ല. അതെ. രണ്ടാമത് നമ്മൾ ഈ ഓഫ് റോഡ് വണ്ടിയിൽ ഉപയോഗിക്കുന്ന എൻഡൂറല്ല അധികം ഉപയോഗിക്കുന്നത്. എൻഡൂറോ ഹൈവേ അല്ലല്ലോ. ഇതേപോലത്തെ കുന്നിൻ്റെ മണ്ടയിലൊക്കെ ഒരുപാട് ആൾ വീഴൂലേ? നീ വീണ്ടില്ലേ? അങ്ങനെ വീണ് കഴിഞ്ഞാൽ വണ്ടിക്ക് എന്ത് സംഭവിക്കുമോ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടോ. അല്ലാണ്ട് ഞാനൊരു വണ്ടിപ്രാന്തനാണ്, വണ്ടി എന്നെ കൊല്ലുക എന്നുള്ള സെറ്റപ്പ് ഇതിലില്ല. ഈ വണ്ടി എന്നെ കൊന്നോ എന്ന് പറഞ്ഞിട്ട് കമ്പനി ഇറക്കിയത് കേട്ടോ. അതും 99% ഓഫ് റോഡ് എൻഡൂറോ പർപ്പസിന് വേണ്ടി കസ്റ്റം ചെയ്ത വണ്ടിയാണ്. അത് ഇറക്കിയതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി CKD വെർഷനാണ് നമ്മുടെ അടുത്തുള്ളത്. അതല്ല നമ്മുടെ ഇന്ത്യൻ വെർഷൻ അല്ല. ഓക്കെ, അപ്പം ശരി റെഡി ഗായ്സ്? റെഡി? അപ്പം ശരി 1 2 3 യല്ലാ. റോൾ ആയിട്ടുണ്ട്. കമോൺ ശരിതാ. പഠിച്ചോനെ, ഒരു പീസെങ്കിലും പൊട്ടിക്കണേ. പാ, ഇൻഡിക്കേറ്ററെങ്കിലും പൊട്ടിക്കണേ. എന്നിട്ട് പൊട്ടിയിട്ടില്ലേ? വേഗോടൊക്കെ ഫ്രണ്ടും മുട്ടിയിട്ടില്ലടാ, ഹെഡ്ലൈറ്റും മുട്ടിയിട്ടില്ല, ഫൈബർ പോർട്സും മുട്ടിയിട്ടില്ല. ഹാൻഡിൽ കുറച്ച് പെൻഡായിട്ട്. വാവ്, ഹാൻഡിൽ കുറച്ച് പെൻഡായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ വരണ്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡ് പെൻഡായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ കണ്ടു ഈ പീസ്, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പീസ് പൊട്ടിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ നോർമൽ ഓഫ് റോഡല്ല, എൻഡ്യൂറൻസ് ഇല്ലാത്ത നോർമൽ വണ്ടിയാണ് നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ തള്ളിയിടുന്നത്, അതിൻ്റെ ബോഡി പാർട്സ് മൊത്തം പോയിട്ടാവും. അതിപ്പോൾ എത്ര പൈസൻ്റെ ആണെങ്കിലും. ഇനിയിപ്പോൾ സൂപ്പർ ബൈക്സിൻ്റെ ഓഫ് റോഡ് സൂപ്പർ ബൈക്സ് ആണെങ്കിൽ അത് വീണ് കഴിഞ്ഞാൽ ഒരുപാട് ഡാമേജ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു, അതിനൊക്കെ നമുക്ക് സൈഡിൽ ക്രാഷ് കാർഡ്സ് വരുന്നു. ക്രാഷ് കാർഡ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങുമ്പം 3 പീസാക്കിയിട്ട് വരൂ എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിരുന്നു. ഗൈസ്, 1 പീസ് 2 പീസ് 3 പീസ്. മിഷൻ അക്കംപ്ലിഷ്ഡ്. ഇപ്പോൾ നമ്മൾ ഈ ട്രാക്കിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 5 hours എടുത്തായിട്ട് നമ്മൾ ആദ്യം വന്നു, സെനീതിനെ കൊണ്ട് കുറേ ഓടിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ കുറേ വെള്ളത്തിലൊക്കെ കയറ്റി. പിന്നെ എന്താ പറയുക, നമ്മൾ വടിയെടുത്തടിച്ചത് ഈ ഒരു മഡ്ഗാർഡൊന്നും ഒരു അനക്കമില്ല കേട്ടോ. അത് എത്ര അടിച്ചിട്ട് പൊട്ടുന്നില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ അത്രയും വലിയ ഡ്രം ഇട്ടു, എന്നിട്ടും പൊട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തെന്താ,
അതിൻ്റെ മുകളിൽ കൊണ്ട് വണ്ടി തള്ളിയിട്ടു. സാധാരണ അങ്ങനെ വണ്ടി വീണ് കഴിഞ്ഞാൽ 99% വണ്ടികളുടെയും ടാങ്കിൻ്റെ സൈഡും ഇവിടെ ഉണ്ടോ ഈ പീസ് പൊട്ടും. അതുപോലെ ബാക്ക് പീസില്ലേ ഇതൊക്കെ പൊട്ടും, പിന്നെ ഇവിടെ ഒക്കെ പൊട്ടും. ഇതൊക്കെ പീസായിട്ട് വരേണ്ട സാധനങ്ങളാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ബോഡി ഒരു രക്ഷയില്ലാത്ത ഡ്യൂറബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ആസ് ഓഫ് നോ നമുക്കിതിൽ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഹാൻഡ് ബാർ ബെൻഡ് ആയിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് 100% വണ്ടികൾ റോൾ ആയി കഴിഞ്ഞാൽ ഹാൻഡ് ബാർ ബെൻഡ്. എന്തിന് സൈഡ് സ്റ്റാൻഡിൽ നിന്ന് വീണാൽ അവർ ഹാൻഡ് ബാർ ബെൻഡും. അപ്പോൾ ഹാൻഡ് ബാർ ബെൻഡ് എന്നുള്ള ഒരിക്കലും നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ബോഡി പീസ് ഇത് ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത് അവരുടെ ബിൽഡ് ക്വാളിറ്റിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ഇവിടെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസ് ഇത് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ സെറ്റിൻ്റെ മുകളിൽ വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് ഗം ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. 3,80,000 രൂപ മുടക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം നമ്മൾ ഏത് മുതലാണെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ എന്ത് പ്രോഡക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ വണ്ടി അതിൻ്റെ പർപ്പസ് അനുസരിച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. സോ KLX നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്. നമ്മൾ ഇനി ഒരുപാട് വണ്ടികൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. 3 പീസ് ആക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ 3 പീസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുത്തത്. 1 പീസ് 2 പീസ് 3 പീസ് കേട്ടോ. അപ്പം എന്താ പറയുക, 10ൽ നമുക്കൊരു 8 മാർക്ക് ഏതായാലും കവാസക്കി KLX കൊടുക്കാം. ഐ ആം സോ ഹാപ്പി. കണ്ണൂരിൽ നിന്നും പറന്നു വന്ന സെനീത് ബ്രോന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ ഇനിയും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വിളിക്കും. സെനീത് ബ്രോ വരണം. വണ്ടികൾ പൊളിക്കാനൊക്കെ ഇഷ്ടമാണോ? പൊളിക്കാൻ ഇഷ്ടമല്ല, പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ലേ. ടെസ്റ്റിംഗ് ഇഷ്ടമാണ്. ടെസ്റ്റിങ് നമുക്കിപ്പോൾ എനിക്കും ആസ് എ സ്റ്റണ്ട് റൈഡർ വണ്ടിയൊക്കെ നമ്മളിൽ നിന്ന് എപ്പം വീഴും. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും വീണതിന് എന്താ പറ്റുന്നത്. അപ്പോൾ കമ്പനി തന്നെ എന്താ പറയുക വീണാലൊന്നും പറ്റില്ല എന്നിട്ട് തരുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഹാപ്പി വെരി ഹാപ്പി അല്ലേ? ഓക്കെ. സോ നിങ്ങളോട് എനിക്ക് പറയണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ വണ്ടിപ്രാന്തന്മാരായ ഫ്രണ്ട്സും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും KLX എടുത്തിന് അവരോട് പറയാൻ നിങ്ങൾ പേടിക്കേണ്ട ഗൈസ്, ഇത് വീണാലും ഒന്നും സംഭവിക്കില്ല. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ വണ്ടികൾ എടുത്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങളൊരു എൻഡ്യൂറോ ക്ലാസ് അല്ലെങ്കിൽ ഓഫ് റോഡ് ക്ലാസ്സിന് പോകണം. ഇർഫാൻ്റെ പ്രൊഫൈൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവനെ ടെക്സ്റ്റ് ചെയ്താൽ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല നല്ല ട്രാക്കുകളൊക്കെ അവൻ ലിസ്റ്റിലുണ്ട്. നിങ്ങൾ അവനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നും കൂടി എഗെയിൻ ഞാൻ പറയുന്നു, ഒരിക്കലും ഞാൻ വണ്ടിയെ നശിപ്പിച്ചെന്ന് പറഞ്ഞ് അവർ കമൻറ്റ് ചെയ്യരുത്. ഞങ്ങളൊരു ടെസ്റ്റാണ് നടത്തിയത്. ആ ടെസ്റ്റിൽ വണ്ടി ഏകദേശം പാസ്സായിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാനാച്ച വണ്ടി നമ്മൾ ഹാൻഡ് ബാർ ചേഞ്ച് ചെയ്യും. നമ്മൾ ഈ വണ്ടി നമ്മൾ പേഴ്സണൽ യൂസിനെടുക്കും. ഒരുപാട് മലകളും ഒരുപാട് കുന്നുകളും ഒരുപാട് ട്രാക്കുകളും ഈ വണ്ടി കയറും. പിന്നെ മാസിൻ്റെ കൂടെ ആകുമ്പം ഒരുപാട് മോട്ടോക്രോസ് ഡേർട്ട് ട്രാക്കുകളിൽ മാസിയും കയറ്റും. ഒരു വടിക്ക് 1.5 പക്ഷി. എനിക്ക് ഉപയോഗിക്കാം, ഇവനെ ഉപയോഗിക്കാം. സോ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ നമ്മളങ്ങനെ 2 വർഷത്തിന് ബ്രേക്കിന് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റുകൾ നാട്ടിൽ നിന്നുണ്ടാവും. നാട്ടിൽ നിന്നായിരിക്കും മെയിനായിട്ട് കണ്ടൻറ്റ് വരാൻ പോകുന്നത്. നമ്മൾ മുന്നത്തെ പോലെ ഇല്ല കണ്ടൻറ്റ്സ് ആവില്ല. കാരണം ഇപ്പോൾ നമ്മുടെ അടുത്തൊരു പ്രൊഫഷണൽ ടീംസ് ഉണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല അടിപൊളി വിഷ്വൽസ് ചെയ്യാൻ തരും. പിന്നെ നമ്മൾ ഒരു വിദേശ ട്രിപ്പൊക്കെ വരുന്നുണ്ട്. മുൻകാലങ്ങൾ ചെയ്തതിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഡോക്യുമെൻ്ററി കൈൻഡ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ്. ഇതുപോലെ നമ്മൾ പല വണ്ടികളും നമ്മൾ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യും, പൊളിക്കും, തള്ളിയിടും ഒക്കെ ചെയ്യും. നിങ്ങളെല്ലാവരും കട്ടക്ക് കൂടുന്നേക്ക് ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടിപൊളി വീഡിയോസ് വരാണ്ട് ഇനി അങ്ങോട്ടേക്ക് എന്തായാലും ഫ്രീക്വൻ്റായിട്ട് വീഡിയോസ് വരും. നിങ്ങളെല്ലാവരും കീപ്പ് വാച്ചിങ്, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എന്താ പറയുക, വീഡിയോസ് എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഓക്കെ. ഒരുപാട് നന്ദി. അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.